ഇനി നമ്മൾ insertional inactivation and selection of recombinants വേറൊരു മെത്തേഡ് വഴി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ രണ്ട് ആംപിസിലിൻ റെസിസ്റ്റന്റും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും വെച്ചിട്ട് ഒരു റിപ്ലിക്ക പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം റീകോമ്പിനന്റിനെ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ കണ്ടത്. ഇനി രണ്ട് പ്ലേറ്റിംഗ് മെത്തേഡ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രൊസീജിയറാണ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് വൺ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ദർ വി ക്യാൻ യൂസ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസിങ് ജീൻ. അപ്പൊ നമ്മൾ ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ യൂസ് ഈ വെക്ടറിനകത്ത് ഒരു ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ എടുത്തിരിക്കട്ടെ, ഇത് ഒരു ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തിരിക്കുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസിങ് ജീനാണ്. ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസിങ് ജീനിനെ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ അതിന്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസിങ് റീജിയനിലാണ്. അപ്പൊ നമ്മൾ ഒരു ഇത് നമ്മൾ എസ്ക്രീഷ്യ കൊളയിനെ കോമ്പീറ്റന്റ് ആക്കിയിട്ട് നമ്മൾ എസ്ക്രീഷ്യ കൊളയിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ലാക്ടോസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ media that we will make chromogenic lactose. Chromogenic lactose എന്ന് പറഞ്ഞാല് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റാൻ ഈ എസ്ക്രീഷ്യ കൊളയ്ക്ക് കഴിവുണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്ന ബാക്ടീരിയ ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ദർ ഇസ് നോ നീഡ് ഓഫ് doing the replica plating. ഒരൊറ്റ പ്ലേറ്റിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. So here the Escherichia coli which is growing in a plate which contain ampicillin and lactose. ആംപിസിലിനും ലാക്ടോസും ഉള്ള മീഡിയ അല്ലെ നമ്മൾ ഈ ബാക്ടീരിയനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ we can see the bacteria which is producing here that will be forming the blue color where it is able to convert the lactose into glucose and galactose. See here the bacteria which was not able to produce the color, that indicate the beta galactosidase enzyme is not produced in this, so there is no chromogenic conversion of lactose to glucose and galactose. അതിന് ലാക്ടോസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഇല്ലാത്ത എസ്ക്രീഷ്യ കൊള എങ്ങനെയാ ഈ ലാക്ടോസ് മാത്രമുള്ള മീഡിയയിൽ വളരുന്നതെന്ന് വെച്ചാൽ ലാക്ടോസ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, എ ലിമിറ്റഡ് ലെവൽ ഓഫ് ഓർ മിനിമം ലെവൽ ഓഫ് ഗ്ലൂക്കോസ് വിൽ ബി പ്രൊവൈഡിങ് ഇൻ ദിസ് മീഡിയ. വളരെ കുറച്ച് ഗ്ലൂക്കോസും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് ജീവൻ നിലനിർത്താൻ അത് മതി. And for a limited multiplication also that will be enough. So we can say the recombinant bacteria will produce the colorless colony. Recombinant bacteria produce the colorless colony because they do not have beta galactosidase enzyme, and this is the colorful colony which is colorful colony producing bacteria. They are non-recombinants. They are non-recombinants. നമുക്ക് വരെ വേണ്ട, നമുക്ക് വേണ്ടത് ആരെയാണ്? റീകോമ്പിനൻസിനെയാണ് വേണ്ടത്. റീകോമ്പിനൻസ് കളർലെസ് കോളനീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ രണ്ട് പ്ലേറ്റിന്റെ ആവശ്യം വന്നില്ല, ആകെ ഒരു സിംഗിൾ പ്ലേറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പൊ നമുക്ക് ആ റിപ്ലിക്ക പ്ലേറ്റിംഗ് നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് recombinants second method ആണ് നമ്മളിവിടെ explain ചെയ്തത്. In the next session we will see the എങ്ങനെയാണ് the vectors for cloning genes in plants and animals. എങ്ങനെയാണ് ജീൻസിൽ ഒരു വെക്ടറിനെ ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ ഒരു വെക്ടറിനെ ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് we'll see in the next session.